ഈ പണത്തോടുള്ള സുരേഷിൻ്റെ മനോഭാവം അത് ഒന്ന് നിർവചിക്കാൻ കഴിയുമോ? ആവശ്യത്തിന് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് വെറുതെ കുറേ ഉണ്ടാക്കിയ ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഞാൻ. കുറേ ഉണ്ടാക്കി മടുത്തിട്ട് ഇതെന്ത് ചെയ്യണമെന്നും അറിയാതെ അവസാനം ഇതുകൊണ്ട് ഉറക്കം പോകുന്ന എത്രയോ പണക്കാരെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ ആവശ്യത്തിന് മാത്രമുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഈ അത്യാഗ്രഹം കൂടുമ്പോഴാണല്ലോ ആഡംബര കാറ് വാങ്ങിക്കുന്നു, ആഡംബര കെട്ടിടം ഉണ്ടാക്കുന്നു, എന്നിട്ട് കടവും ലോണും വാങ്ങിച്ചിട്ട് ഈ ഒരു ജന്മം നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് തന്നെ എന്തൊരു മനോഹരമാണ്, എന്തൊരു ഭാഗ്യമാണ്. അതിപ്പോൾ സിനിമാക്കാരനൊക്കെ ആയിട്ടും വളരെ ഒരു ഇടത്തരക്കാരൻ്റെ ജീവിതമാണ് ഇപ്പോഴും സുരേഷ് കൃഷ്ണ നയിക്കുന്നതെന്ന് പറയാമോ? യെസ്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ സ്വന്തമായി പാചകം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നല്ല സമ്പാദ്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, അത്രയൊന്നും സാമ്പത്തികം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. നമ്മളിപ്പോഴും ഇങ്ങനെ വലിയൊരു ഗ്യാപ്പില്ലാതെ പടങ്ങൾ ചെയ്ത് പോകുന്നു എന്നല്ലാതെ ഞാൻ വളരെ അടുത്ത കാലത്ത് വരെ ചെറിയ ചെറിയ പൈസയ്ക്കാണ് ഞാൻ അഭിനയിക്കാൻ പോയിട്ടുള്ളത്. ഞാനതൊക്കെ എന്താ കാര്യം വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ടീമിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അവർ എടാ ശമ്പളം ഇതിനകത്ത് ഇത്രയേ തരാൻ പറ്റത്തുള്ളൂ, പടത്തിൻ്റെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, ഞാൻ കുഴപ്പമില്ലടാ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നും പറഞ്ഞാൽ ആ ടീമിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇന്നും പല കമ്പനികളും നിരന്തരമായിട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ അടുത്ത പ്രൊജക്റ്റുകളിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഞാൻ ആ ഒരു സിനിമാക്കാരനെയും ഇന്നവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒരു സെറ്റിലും ഞാനൊരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല, ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ സിനിമ ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടി 3 നേരവും ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ഹോട്ടലിൽ നിന്ന് ഫുഡ് പോലും വാങ്ങിച്ച് കഴിക്കാറില്ല. എനിക്ക് അത് ഹോട്ടലിൽ ഫുഡ് വാങ്ങിച്ച് കാശ് കളയാന്നുള്ളത് മാത്രമല്ല, എനിക്ക് അനാവശ്യമായിട്ടുള്ള ഈ കെമിക്കൽസും മറ്റതൊക്കെ ഇട്ടിട്ടുള്ള സാധനങ്ങൾ ഫുഡ് വേണ്ട എന്നുള്ളതാണ്. എൻ്റെ മക്കൾക്കും എൻ്റെ ഫുഡ് ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വില്ലൻ സുരേഷ് കൃഷ്ണ ഉണ്ടല്ലോ, ശരിക്കും ആ സുരേഷ് കൃഷ്ണ എങ്ങനെയുള്ള ആളാണ്? വല്ലാത്ത ധൈര്യമുള്ള ആളാണോ? ആരെയും കൂസാത്ത ആളാണോ? ആർക്കിട്ട് വേണമെങ്കിലും 2 അടി കൊടുക്കാൻ കഴിയുന്ന ആളാണോ? ധൈര്യത്തിനൊന്നും കുറവുള്ള ആളല്ല. കാരണം ചെറുപ്പത്തിലൊക്കെ വലിയ ആഗ്രഹമായിരുന്നു വലിയ ഗുണ്ടയാവണമെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത്യാവശ്യം കയ്യിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജീവിച്ച സ്ഥലം അങ്ങനെയായിരുന്നു. മദ്രാസിലെ ചെറ്റ്പട്ട് എന്നുള്ളൊരു സ്ഥലത്തിൽ ജീവിച്ചു വളർന്ന ഒരാളാണ്. ഏറ്റവും അധികം പിറ്റ് പോക്കറ്റും കൊലയും കൊള്ളയ്ക്കൊക്കെ പേര് കേട്ടൊരു സ്ഥലവും കൂടിയാണത്. അപ്പം അന്നത്തെ സിനിമകളൊക്കെ അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ ഈ സിനിമകൾ കണ്ടിട്ടാണല്ലോ ചിലപ്പോഴും ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ അന്ന് ഈ നമ്മൾ സിനിമയ്ക്ക് വരുമോ ചിന്തയോ കാര്യങ്ങളോ നമ്മളിനി എന്താണ് ഭാവി എന്നുള്ളതൊന്നുമില്ല. ഒരു വലിയ ഗുണ്ടയാവണം എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുള്ള കുറച്ച് കാലങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം അടിയും പിടിയും ഒക്കെ നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. അത്തരം പേടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വില്ലൻ വേഷങ്ങൾക്കൊക്കെ അത് ഗുണം ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു പച്ചയായ പാവപ്പെട്ട മനുഷ്യനും അങ്ങനെ ഒന്നുമല്ല. എന്നാൽ ഇപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ കുടുംബം, എൻ്റെ വീട് എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും അധികം ഇഷ്ടം. അപ്പോൾ ഈ ധൈര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ താങ്കൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള എന്താണ് പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളാണെന്നും കേട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒന്നിച്ചു പോവുക? ഞാൻ ഈ പെട്ടെന്ന് കരച്ചിലൊക്കെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഓരോ പ്രായത്തിൽ വരുന്ന മാറ്റങ്ങളാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു പാട്ട് കേട്ടാൽ മതി, അതിലെ വരികൾ മതി, എൻ്റെ കണ്ണ് നിറയും. ചില എമോഷണൽ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ ഭയങ്കര മടിയാണ്. കാരണം ആരെങ്കിലും കാണുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാന്ന് വെള്ളം വരും. നമ്മളാണെങ്കിൽ ഇവിടെ അപ്പുറത്ത് ഭയങ്കര വിറപ്പിക്കുന്ന വില്ലൻ വേഷം ചെയ്തിട്ടുള്ള ആളാണ്, ഇവിടെ കിടന്ന് ഇങ്ങനെ കരയുന്ന ഒരാളും എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എനിക്ക് അതുപോലെ ഇപ്പോൾ താങ്കൾ എന്തെങ്കിലും താങ്കളുടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം പറഞ്ഞാൽ മതി, ഇന്ന് രാത്രി മുഴുവൻ ഞാൻ അത് ഓർത്തുകൊണ്ടിരിക്കും. ഓർത്തിട്ട് ഞാൻ എങ്ങനെയായിരിക്കും പുള്ളിക്ക് അതിലൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുക, വലിയ വിഷമമാണല്ലോ അയാളുടെ കാര്യം എന്നും പറഞ്ഞ് എൻ്റെ ഉറക്കം കളയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മറ്റുള്ളവരുടെ വിഷമം കേൾക്കുന്നത് ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു ഇതാണ്. മടിയനും തീറ്റപ്രിയനുമായിട്ടുള്ള ഈ സുരേഷ് കൃഷ്ണ എങ്ങനെയാണ് ഈ വില്ലന് വേണ്ട ശാരീരിക ക്ഷമത ഉണ്ടാക്കിയെടുത്തത്? ഇത് ശാരീരിക ക്ഷമത എന്ന് പറയുന്ന സാധനം പണ്ടൊന്നും ഒട്ടും ഞാൻ ആരോഗ്യം മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ 37 വർഷമായി ചായയും കാപ്പിയും എന്ന സാധനം എൻ്റെ വായിൽ ടച്ച് ചെയ്തിട്ട് പോലും. അത് എന്തിനാണ് നിർത്തിയതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. സിനിമയിൽ വന്ന സമയങ്ങളിലൊക്കെ ഒരു പക്ഷേ അധികവും മമ്മൂക്കയുടെ കൂടെയായിരുന്നു അധികവും അഭിനയിക്കാനുള്ള അവസരങ്ങളുണ്ടായിട്ടുള്ളത്. മമ്മൂക്കയുടെ എനിക്ക് തോന്നുന്നൊരു വജ്രം എന്നുള്ള പടം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. വളരെ ആരംഭത്തിൽ തന്നെ മമ്മൂക്കയുടെ അടുത്തേക്ക് ചെന്നിരിക്കാനും അല്ലെങ്കിൽ മമ്മൂക്കയുടെ അടുത്ത ആ ഒരു വലയത്തിൽ ചെന്ന് കയറാനും ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം ക്രമങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാരണം വെച്ചാൽ ഇവർക്കൊക്കെ ഇത്രയും പൈസയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കൂടെ നിൽക്കാൻ ഇത്രയും ജോലിക്കാരും എല്ലാവരും ഉണ്ട്. എന്നാൽ പോലും ഇദ്ദേഹം കഴിക്കുന്നത് കുറച്ച് ഇല പുഴുങ്ങിയതും കുറച്ച് കപ്പലണ്ടി പുഴുങ്ങിയതും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പുഴുങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അപ്പം അങ്ങനെയാണ് ഒരാൾ അയാളുടെ തൊഴിലിന് വേണ്ടി മാത്രമാണ് ഈ ആരോഗ്യത്തിന് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട്. ആഹാരത്തിലെ നിയന്ത്രണം മാത്രം പോരല്ലോ, ജിമ്മിലും പോകണ്ടേ? വ്യായാമം കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്നും വ്യായാമം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എറണാകുളത്തുണ്ടെങ്കിൽ ജിമ്മിൽ പോയിരിക്കും, എന്തായാലും ജിമ്മിൽ പോവും, ട്രെയിനറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ജിമ്മിൽ പോയാലും ആഹാരക്രമം ഒരു പ്രധാന കാര്യം തന്നെയാണ്.
അപ്പോൾ അതൊക്കെ മമ്മൂക്കയിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരിതാണ്. അപ്പോൾ അതിന് മമ്മൂക്കയ്ക്ക് മുമ്പ്, മമ്മൂക്കയെ പരിചയപ്പെടുന്നതിന് മുമ്പ് ചിലപ്പോൾ എൻ്റെ ആഹാര രീതി എന്നൊക്കെ പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരാൾ എത്ര ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി എത്ര എണ്ണം കഴിക്കാൻ പറ്റും പരമാവധി? ഉദാഹരണം എന്താ പറയാമോ? 6-7 ഒക്കെ കഴിക്കായിരിക്കും. ഞാൻ 40-45 ഇഡ്ഡലി കഴിക്കുമായിരുന്നു. ഇത് ഞാൻ ഒരു രീതിയിലും തള്ളുന്നതല്ല. 40-45 ഇഡ്ഡലി ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, ഏതാണ്ട് 88-89, ഞാനൊരു +2 കഴിഞ്ഞ സമയത്താണ്. മലയാള സിനിമയിൽ അറിയപ്പെടുന്ന പ്രൊഡ്യൂസർ ഹരീഫ ഹാസൻ എന്ന് പറഞ്ഞ മൂർഖനും സാമ്രാജ്യം ഒക്കെ എടുത്തിട്ടുള്ള ഹരീഫ ഹാസൻ്റെ മൂത്ത മകൻ അസ്കർ എൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അസ്കറിൻ്റെ സിനിമയിലാണ് ആദ്യമായിട്ട് ഞാൻ തല കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം വരുന്നത്. അതിങ്ങനെ ഈ ചാൻസ് വഴി വെറുതെ വന്നത്രേ ഉള്ളൂ. ആരംഭത്തിൽ ഒരാഴ്ച ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഫൈറ്റ് മാസ്റ്റർ വരുന്നു, നമ്മളെ പുതിയ ആൾക്കാർക്കൊക്കെ ഫൈറ്റൊക്കെ പറഞ്ഞു തരുന്നു. അസ്കർ വന്ന് 9 മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ പ്രൊഡക്ഷനിൽ ഒരു കക്ഷി വന്നിട്ട് എൻ്റെ അടുത്ത്, അപ്പോൾ സബിത ആനന്ദ് നായിക, രഘുവരൻ നായകൻ, എല്ലാവരും എൻ്റെ അവിടെ. അപ്പോൾ ഞാൻ ഈ 2 ഇഡ്ഡലിയും ഒരു വടയും പ്ലേറ്റിലുണ്ട്. ഞാനിത് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ 5 പ്രാവശ്യം വാങ്ങിച്ചാലും 10 ഇഡ്ഡലി ആവത്തുള്ളൂ. 40 ഇഡ്ഡലി കഴിച്ചാൽ പോലും മതിയാവാത്ത ആളാണ് ഞാൻ. ഒട്ടും എക്സാക്റ്റായിട്ട് പറയുന്നത് ഒറ്റടി കഴിക്കും, അങ്ങനെ കഴിക്കുന്ന ആളാണ്. വളരെ മെലിഞ്ഞായിരുന്നു ഞാൻ. വണ്ണം വയ്ക്കാൻ വേണ്ടി ആരെന്ത് പറഞ്ഞാലും ഞാനത് കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ഇഡ്ഡലിയും വടയും നോക്കി കഴിഞ്ഞാൽ കുറച്ചേരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് സവിതാനന്ദൻ്റെ പ്ലേറ്റിൽ നിന്ന് അവർ ഒരു ഇഡ്ഡലി മടക്കി കൊടുക്കുന്നു. ഞാൻ ഇവരെ നോക്കുമ്പോൾ ഇവരെങ്ങനെ ജീവിക്കുന്നു, ഒരു ഇഡ്ഡലി വടയൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ അസ്കർ വരുന്നു, അതിനുശേഷം ഒരു സ്പൂണിൽ 2 പൊങ്കലിടുന്നു. ആകെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ ആയി. അസ്കർ വരുന്നുണ്ട്, എല്ലാം ഓക്കെ അല്ലേ? ഞാൻ എന്ത് ഓക്കെ, 2 ഇഡ്ഡലിയും വടയും പൊങ്കൽ ഇതൊക്കെ ആരുടെ കഴിച്ച് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ പ്രൊഡക്ഷൻ ബോയിനെ വിളിച്ച് പുള്ളി പറഞ്ഞിട്ട് നമ്മൾ ആളാണ് കേട്ടോ, എന്തെങ്കിലും കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ബിസ്ക്കറ്റ്, കരിക്ക്, അങ്ങനെ പല ഐറ്റംസൊക്കെ വരും. അന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അമ്മ ചോദിച്ചോടാ എങ്ങനെയുണ്ട് ഇതൊക്കെ? ഞാൻ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഫൈറ്റൊക്കെ ആയിരുന്നു അവിടെ, വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛൻ നേരെ ചോദിച്ചു ആഹാരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെല്ലാം കണക്കാം എന്നും പറഞ്ഞ് കുളിക്കുമ്പോഴാണ് ഇവിടെയൊക്കെ തോല് പോയിട്ടുള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒറ്റ കിടപ്പ്. അപ്പോൾ അമ്മ ചോദിച്ചിട്ട് നാളെ ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇടയിലും മടുപ്പായി. സെക്കൻഡ് ഇടയിൽ പാവം ഞാൻ എഴുന്നേറ്റ് പോകാൻ നേരത്ത് ഞങ്ങളുടെ വീട്ടിലെ ഒരു കുക്കറിൽ ഒറ്റ ട്രിപ്പിൽ 36 ഇഡ്ഡലി ഉണ്ടാകുന്ന കുക്കറുണ്ടായിരുന്നു. ആ 36 ഇഡ്ഡലി അമ്മ ഉണ്ടാക്കിയ ഒരു കാസറോളിൽ വെച്ചിരിക്കുകയാണ് അവിടെ, സാമ്പാറൊക്കെ ആയിട്ട്. ഞാൻ കുളിച്ച് റെഡിയായി വരുമ്പോൾ താഴെ കാണുന്നത് നല്ല ആവി പറക്കുന്ന ഇഡ്ഡലിയും സാമ്പാറുമാണ്. അത് മുഴുവൻ തീർത്തിട്ട് വണ്ടി വരുന്നു, നേരെ ലൊക്കേഷനിലേക്ക് പോയി. സെക്കൻഡ് ഇതേപോലെ അസ്കർ വരുന്നതിന് മുമ്പ് ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. അസ്കർ വരുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴത്തേക്കും 2 ഇഡ്ഡലിയും വടയും കൂടെ വയ്ക്കുന്നു. ഞാൻ അതിൽ 1 ഇഡ്ഡലി ഞാൻ തിരിച്ചു കൊടുത്തു. ഞാൻ 1 ഇഡ്ഡലി മതി, ഡയറ്റ് അന്ന് തുടങ്ങിയതാണ്. ഇത് കേട്ടിട്ട് ആരും ഇന്ന് വിളിക്കുന്ന ആൾക്കാർ പേടിക്കരുത്, കാരണം ഇത് ഞാൻ 88-89 കാര്യം പറയുന്ന കേട്ടോ. ഇവൻ തീറ്റപ്രാന്തരാന്ന് പറഞ്ഞപ്പോൾ ആരും വിളിക്കാതെ വരും ചിലപ്പോൾ. വീട്ടിലെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ താങ്കൾ സിനിമാ രംഗത്തേക്ക് വന്നതിന് ശേഷവും അത്തരം കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ താങ്കൾ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്താണ് താങ്കളെ തന്നെ? ഇല്ല, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അന്നും അങ്ങനെ ഒരുപാട് വലിയ ജോലി ചെയ്ത് ഒരുപാട് വലിയ കാശുണ്ടാക്കി വലിയ ഉയർന്ന സ്ഥാനത്ത് എത്തണം എന്നുള്ള ചിന്തയൊന്നും, അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. പഠിക്കാൻ ഉള്ള വലിയ കാര്യമായിട്ടുള്ള ബുദ്ധി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴിക്ക് നോക്കിയിട്ട് കാര്യമില്ല. സാമ്പത്തിക പ്രശ്നം, എൻ്റെ ഫാദർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങൾ 6 മക്കളാണ്. വാടകയ്ക്ക് താമസിക്കുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വാടകയും ശമ്പളത്തിൽ നിന്നും വാടകയും ഈ 6 മക്കളുടെ സ്കൂൾ ഫീസും ചെലവും കാര്യങ്ങളെല്ലാം കൊടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ ദാരിദ്ര്യം മാത്രം കണ്ടു വളർന്നിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അച്ഛനൊക്കെ ചിലപ്പോൾ ഓവർ ടൈമിൽ കിട്ടുന്ന 10-15 രൂപ, ആ രൂപയ്ക്ക് പുള്ളിക്ക് കഴിക്കാൻ കൊടുത്തിട്ടുള്ള പൈസയ്ക്ക് പോലും പുള്ളി കഴിക്കാണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ച് തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇന്നും എന്താ പറയുക, പൈസ ഇപ്പോൾ ഞാൻ കുറേ പൈസ ഉണ്ടാക്കി എന്നല്ല, എനിക്ക് ഇപ്പോഴും ഒരു 100, 200, 500 കൊടുക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ഓർമ്മ വരും. കാരണം വെച്ചാൽ അന്നൊന്നും ഇവർ ഈ പൈസ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടെങ്കിൽ പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു 100 രൂപയ്ക്ക് ഒരു യാത്ര പോവുകയോ അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയോ ചെയ്യാത്ത, അത്രത്തോളം കുടുംബത്തെ മാത്രം സ്നേഹിച്ചിട്ടുള്ള ഒരു അച്ഛനും അമ്മയും. അപ്പോൾ അവരുടെ മകനായി വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കിപ്പോഴും അത്യാഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് പോസിറ്റീവായിട്ട് തീർക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു ചിന്തയും. എനിക്ക് ഇന്ന് ഏറ്റവും അധികം എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ അത് സിനിമാ സുഹൃത്തുക്കളല്ല,
അല്ലാതെയും ഒക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഈ പണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല പലപ്പോഴും നമ്മുടെ മനസ്സിനെ താഴ്ത്തിക്കളയുന്നത്. ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ഒരു സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു, മേക്കപ്പ് ഇട്ട് അവിടെ സെറ്റിൽ ഇരിക്കുമ്പോൾ അവസരമില്ല എന്ന് പറഞ്ഞ് താങ്കളെ പറഞ്ഞു വിട്ട അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ അത്തരം സമയങ്ങളിൽ താങ്കൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? ഈ പറഞ്ഞ പോലെ നമുക്ക് സമയമായിട്ടില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു സംഭവമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ ആ സംവിധായകൻ്റെ അല്ലെങ്കിൽ ആരുടെയും പേരുകളൊന്നും പറയുന്നില്ല. ഇതുപോലെ ഒരു ഞാൻ വളരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നായികയുമാണ് ആ സിനിമയിൽ അഭിനയിക്കുന്ന നായിക. അപ്പോൾ അവരുമായിട്ടൊരു പഞ്ചപിടുത്തവും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടൊരു പാട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സെറ്റിലെത്തി. അന്ന് ഞാൻ നല്ലപോലെ മുടിയൊക്കെ വളർത്തിയിട്ടുള്ളൊരു ഇതാണ്. ഇതൊക്കെ തുടക്കകാലത്തുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സെറ്റിൽ കറങ്ങി നടക്കുമ്പോഴത്തേക്കും പഴയ ജെ വില്യംസാണ് ക്യാമറമാൻ. എനിക്കിപ്പോൾ അദ്ദേഹത്തിന് പരിചയമുണ്ട്. അപ്പോൾ വില്യേട്ടനെ കാണുന്നു, നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെ എനിക്ക് മറ്റേ വേഷം തന്നിട്ടുണ്ട് അവർ. കൊള്ളാം കാണാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തിങ്ങനെ കറങ്ങി നടക്കുമ്പോഴത്തേക്കും ഏതാണ്ട് എൻ്റെ രൂപത്തിലുള്ള ഒരുത്തം തന്നെ വന്ന് അവിടെ ഇതേപോലെ ഇരിക്കുന്ന ഒരു സീക്വൻസാണ്. അപ്പോൾ ആ സീറ്റിൽ വേറെ ആൾ കയറിയിരിക്കുന്നു മുടിയൊക്കെ വളർത്തിയിട്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് പ്രൊഡ്യൂസറുടെ പെങ്ങളുടെ മകനോ ആരോ കുവൈറ്റിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവന് അഭിനയിക്കണമെന്ന് ഭയങ്കര വാശി. അപ്പോൾ ആ വേഷം അവനോട്, നമ്മളിത് സ്വന്തം തൊഴിലായിട്ടും ജീവിതമാർഗവുമായിട്ട് എടുത്ത് നിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. ഒറ്റയടിക്ക് നമ്മളെ മാറ്റിക്കൊണ്ട് അവർ ആ വേഷത്തിന് അയാളെ ഇരുത്തുകയും ഈ സംവിധായകൻ എൻ്റെ അടുത്ത് വന്ന് സോറി പറയുകയും ഞാൻ കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവും എന്നും പറഞ്ഞ് എനിക്ക് എന്തോ ഒരു കവറിൽ ചെറിയൊരു പൈസ ഇട്ടിട്ട് നമുക്ക് അടുത്ത പടത്തിൽ കാണാം എന്നും പറഞ്ഞ് ഞാൻ അയച്ചു വിട്ടിട്ടുണ്ട്. അതൊക്കെ അതിനെയൊക്കെ വളരെ ഞാൻ ഈസിയായിട്ട് എടുത്തിട്ടുള്ളൂ. അത്തരം സന്ദർഭങ്ങളിൽ വല്ലാതെ ഡൗൺ ആകുമല്ലോ. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നത് എന്നുള്ളത് അതിനെന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ? നമ്മുടെ അനുഭവങ്ങളായിരിക്കാം. ഈ പറഞ്ഞ പോലെ വീട്ടിലെയും അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള അനുഭവങ്ങളായിരിക്കാം. നമ്മൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിൻ്റെ പേരിൽ നമ്മൾ ഭയന്ന് അല്ലെങ്കിൽ ക്ഷീണിച്ച് നമ്മൾ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും. അതല്ല, അത് കിട്ടിയിട്ടില്ല. നമുക്ക് അടുത്ത വഴി ഒരുപാട് എല്ലാ മേഖലയിലും നമുക്ക് തുറന്നു വച്ചിരിക്കുന്ന വഴികൾ ഒരുപാടാണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് പോകുക എന്നുള്ളതാണ്. അല്ല, ഒരെണ്ണം അടഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചെയ്യുന്ന പിള്ളേരെന്ത് ചെയ്യുന്നത്, ഒരെണ്ണം അടഞ്ഞു കഴിഞ്ഞാൽ തളർന്നു പോയി, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ വയ്യ. അടുത്ത വഴി കൂടെ പോകണം എന്നുള്ള ചിന്തിക്കുന്നില്ല. അങ്ങനെ വഴി അടഞ്ഞു എന്ന് തോന്നിയ ഒരു പ്രതിസന്ധി താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ മുഖം ഓർമ്മ വരും. അവരെന്നെ ഈ പറയുന്ന പല രീതിയിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും സിറ്റുവേഷനിൽ എൻ്റെ ശബ്ദമൊന്ന് മാറിയാൽ പോലും തിരിച്ചു പറയുന്ന സുഹൃത്തുക്കളുണ്ട്. എന്താണെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നുമില്ല ഇടാന്ന് പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്ന് പറയാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അത്തരം നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമുക്ക് ഏത് വഴി അടഞ്ഞാലും ശരി നമുക്ക് മുമ്പോട്ട് പോകാൻ അത് വലിയൊരു കരുത്താണ്. ഈ പണം